എനിക്കും വിശക്കുണ്ട്. സാജിദേ, ഹലോ, ആരാ? എന്താ സാജിദ ഈ നേരത്തെ? ഒന്നുമില്ല താത്ത. കുട്ടികള് എന്താ പ്രശ്നം? എന്തിനാ ഈ കരയണേ? കുട്ടികളെ എന്തെടുത്ത് കിടക്കണോ? എന്തേ? കുട്ടികളെ കാര്യത്തിൽ വിഷമിക്കണ്ട, ഞാനില്ലേ ഇവിടെ. എങ്ങനെയെങ്കിലും ഒരു മാസം നിക്ക്, വാടക കൊടുക്കാനെങ്കിലും ആവുമല്ലോ. പിന്നെ നമുക്ക് എന്തേലൊക്കെ ചെയ്യാം. കുറച്ചും കൂടി അതെ താത്ത. മോനു, ഇമ്മ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞില്ല. അല്ല, എന്താ ഇത്ര നേരത്തെ വന്നു? പോയിട്ട് 8 ദിവസമല്ലേ ഉള്ളൂ. എനിക്ക് വരെ കാണാതെ നിൽക്കാൻ കഴിയരുത് താത്ത. ഇങ്ങനെയൊക്കെ ആയ എങ്ങനെയാ സാജിയെ? ഞാനിവിടെ എന്തെങ്കിലും പണിക്ക് പോയിക്കോ. ഈ ഒരാഴ്ച നിന്നപ്പോക്ക് ഇങ്ങനെ. അപ്പൊ 2-3 കൊല്ലം ഗൾഫിൽ നിൽക്കണവരെ കുറിച്ച് ഈ ഒന്ന് ആലോചിച്ച് നോക്കിയ. നേരാ താത്ത, ഞാനിവിടുന്ന് പോയിട്ട് ഉറങ്ങിയിട്ടില്ല. എന്നിട്ടിപ്പോ നിന്നേരും വല്ലതും തന്നോ? ആ, 1000 ഉറുപ്പ്യ തന്ന്. ശരി, ഇത് ചോറ് നിക്കണോ? എന്നാ ബാ ചോറിന. സാജിദ, സാജിദ. എന്താ ഷാജാനെ? ഒന്ന് ജീപ്പ് കയറ്, സാറിന് എന്താ ചോദിക്കാനുണ്ട്. എന്താ കാര്യം? അത് ഈ നാട്ടുകാർ മുമ്പിൽ വെച്ച് പറയണോ? എന്താ ഷാജാനെ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ മനസ്സിലാക്കി തരാം. വീട്ടിൽ ജോലിക്ക് പോയിട്ട് എന്തേ പെട്ടെന്ന് തിരിച്ചു പോന്നു? സാധാരണ പ്രസവത്തിൽ നിൽക്കാൻ പോകുന്ന സ്ത്രീകൾ ചുരുങ്ങിയത് 40 ദിവസമെങ്കിലും നിൽക്കാറുണ്ടല്ലോ. താനെന്താ പിന്നെ ഇത്ര പെട്ടെന്ന്? സാറ്, എന്റെ മക്കളെ വിട്ട് ഞാനിങ്ങനെ നിന്നിട്ടില്ല. അവര് ഓർത്തപ്പോ എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ല. നീ ആ വീട്ടിൽ നിർത്ത്. സ്വർണ്ണം എവിടെ? സ്വർണം? പറയടി. ഞാൻ കണ്ടിട്ടില്ല. നാടകമുണ്ടാക്കരുത്. തുറന്നു പറഞ്ഞ ആഭരണങ്ങൾ തിരിച്ചു നൽകിയാൽ നിനക്ക് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാം. അതല്ലെങ്കിൽ നീ കുറച്ച് പാടുപെടും. സാറേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. സത്യം, ഞാൻ അങ്ങനെ ചെയ്യൂല. നോക്കി താത്ത, ഞാൻ അറിയാത്ത കാര്യം വരെ പറയണേ. ഓ, അത് ശരി. ആ പോത്തിനച്ചാരിയവളാ നീ. ചാണകത്തിന്റെ മണം നിനക്കും ഉണ്ടാകും. നേരങ്ങളെ അതാ വണ്ടി കയറടി. ഷാജാനെ, ഒന്ന് പറയും ഞാനത് എടുത്തിട്ടില്ലെന്ന്. സാജിയെ, ഈ ഞാൻ എന്തേലും ബുദ്ധിമോശം കാണിച്ചോ? താത്താ, ആരെന്ത് പറഞ്ഞാലും നിങ്ങളെന്നെ സംശയിക്കരുത്. അതല്ല, അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. അതുകൊണ്ടാണ്. എന്റെ മക്കളാണ് നേരം. ഞാനത് എടുത്തിട്ടില്ല. എന്നെ വിശ്വസിക്കണം. ശരി, അതൊക്കെ സ്റ്റേഷനിൽ ചെന്ന് പറയാം. കോൺസ്റ്റബിൾ സർ, വന്ന് വണ്ടി കയറ്. ഞാൻ എന്തിനാ വണ്ടി കയറി? വനിതാ കോൺസ്റ്റബിൾ ഇല്ലാത്തതാണ്. വെറുതെ സീൻ ഉണ്ടാക്കരുത്. വന്ന് വണ്ടി കയറടി. താത്ത, വന്ന് കയറടി. അല്ല, അത്
സാർ എന്നെ വിട്. സാജി സജിത സാജി സജിത ബോധം പോയോ? എന്താ എനക്ക് പറ്റിയേ? നോക്കാം, നീക്ക്. സാർ അവൾക്ക് ബോധമില്ല സാർ. അവൾ അഭിനയിക്കുന്നല്ലോ. അല്ല സാർ, ശരി. പോലീസ് അമ്മ തല്ലുമോ? പോലീസ് നമ്മളെ ഒന്നും ചെയ്യൂല. നടക്കി. ആ താത്ത എങ്ങട്ടെ ഈ മക്കളൊക്കെ ആയിട്ട്? സ്റ്റേഷനിലൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെന്തിനാ ഇവരെ കൊണ്ടോണേ? ഓരും പോന്നോട്ടെ. താത്ത നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടോ? എനിക്ക് എന്നോട് ഒരു വെറുപ്പുമില്ല. നിങ്ങൾ എന്നോട് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യേ പറയേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അല്ല, പൊരുത്തപ്പെടാം. ഒക്കെ പൊരുത്തപ്പെടിച്ച് ഹജ്ജിന് പോവാ? അതല്ല താത്ത, മനുഷ്യന്റെ കാര്യല്ലേ. ഈ വേഗം ഷാജാനെയും കൂട്ടി സ്റ്റേഷനിൽ പോയിട്ട് വാ. തെറ്റ് ചെയ്തില്ലേ പഠിച്ചുണ്ടാവും കൂടെ. ഞങ്ങൾ വരട്ടെ. സാജിയെ എന്തേ എന്തൊരു പെരയില് പടുക്കുവാണെന്ന് പറഞ്ഞ് എന്നിട്ട് എന്തേ പോയില്ലേ? എന്ന് കുളിപ്പിച്ചതാ. അന്ന് ഈ വന്നപ്പോ കുളിപ്പിച്ചതാ. പിന്നെ ആർക്കാ അതിനൊക്കെ കഴിഞ്ഞത്? എന്നമ്മ ബക്കറ്റ് സോപ്പും കണ്ടിട്ട് തരി. മിച്ചറ് വേണ്ടേ? പഠിച്ചോനെ, എന്താ അപ്പൊ നിന്റെ കുട്ടിയാക്ക് ഇത്ര സങ്കടം? എന്ത് വേണേലും തിന്നോട്ടോ. से होकर मंगलूर से तिरुवनंतपुरम तक जाने वाली मलबार एक्सप्रेस प्लेटफॉर्म नंबर 8 पर खड़ी है. Your attention please. Train number 16630 Malabar Express from Mangalore to Trivandrum via Kottayam is on platform number 1. ഞാൻ പോയിട്ടില്ല. ഞാനും ആദ്യത്തെ കയറും. ഇതിലെങ്ങട്ടമ്മ? കൊറേ ദൂരണ്ട്, ഒരുപാട് എന്താ നമുക്കൊരു സങ്കടം? ഇമ്മ വണ്ടി തന്നെയുണ്ട്. നടക്കുമോളെ, ചേർത്ത് പിടിക്കലുണ്ട്. എന്തുമ്മ കാട്ടണ്? സാരില്ല. നിന്റെ പരീക്ഷണങ്ങൾ ക്ഷമയോടെ അതിജീവിക്കാൻ എന്നോട് എന്റെ മക്കളോട് നീ പൊറുക്കണമേ തമ്പുരാനേ.
أشهد أن لا إله إلا الله أشهد أن محمد മരിച്ച മയ്യത്തറക്കണേന് മുമ്പ് ഇടപാടൊക്കെ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടവരോട് ചോദിക്കണം എന്നാണ്. ഓൽക്കാരാ ബന്ധപ്പെട്ടല്ലത്. കച്ചില്ലേ ജാറുട്ടിയാ അബൂലുട്ടിയാ അബുവിന്റെ പേരില്ലല്ലോ. നോക്കിയാ ഇല്ലേ ഉണ്ടാവില്ല ഉണ്ണിയാ. എന്തിനാ അപ്പ നിങ്ങൾ കുടിക്കണ്? നിങ്ങളൊരു മനുഷ്യനാ. അല്ലടി ഞാൻ മൃഗം പോയി കേസ് കൊടുക്കണി. ഈ നാട്ടില് കുറെ കായലുള്ളവരുണ്ട്. ഓരോടൊന്ന് കയ്യും കാലും കാട്ടിയ ഇമ്മടുത്ത് ഒരു പൈസ. ഇതിലേറെ നല്ലത് എനിക്കെന്റെ കുട്ടിയൊക്കെ പല വേഷം നിന്ന് കൊല്ലാണ്. ഇങ്ങനെ തന്നെയാണെങ്കിൽ ഞാനത് ചെയ്യും, ഉറപ്പാ.